ബുദ്ധിയുള്ള നിന്റെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ. ഒരു മരത്തിന്റെ കൊമ്പില് 10 പക്ഷി ഇരുന്നു. അതിൽ ഒരു പക്ഷി ഞാൻ വെടിവെച്ചു. ബാക്കി എത്ര പക്ഷി? ഇറ്റ്സ് 9. എടാ മണ്ട, വെടിയുടെ സൗണ്ട് കേട്ട് എല്ലാ കിളിയും പറന്നു പോകൂലേ? എടാ അവന്മാര് രണ്ടുപേര് എന്ത് കഴിച്ചാലും ആ ശരീരത്തിൽ പിടിക്കൂല. നമ്മൾ അങ്ങനല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും 5 കിലോ കൂടും. എന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചായ കുടിക്കാവോ? മധുരമില്ലാതെ കുടിച്ചു. എന്നാൽ ലഡു കഴിച്ചിട്ട് ചായ കുടിക്കട്ടെ, അപ്പൊ മധുരം അറിയത്തില്ലല്ലോ. നല്ലൊരു മൂവിയാണ്. ഈ വീഡിയോ അതുപോലെ കാണുമ്പോൾ നല്ലൊരു ഇമോഷണൽ ആണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ഹാർട്ട് ടച്ചിങ് ആണ്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്. പടം കണ്ട് തീരുമാനിക്കുക, അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കുന്ന നിങ്ങൾക്ക് വിലയിരുത്തരുത്. ഇളയ മോന് അന്യമത സംസ്ഥാന പെണ്ണുമായിട്ടൊരു ബന്ധം. അന്യമതസ്ഥരെന്നാണ് ഉദ്ദേശിച്ചത്. ആരുമായിട്ടായാലും ബന്ധം. വിളിക്കവനെ. എന്തോ പറയണമെന്ന് അറിഞ്ഞുകൊടുത്ത് കടുപ്പത്തി ഒരു ചായ വേണ്ട. എനിക്ക് അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി സംസാരിക്കും. അച്ഛൻ ഞങ്ങൾ പ്രേമത്തില്ല. കഴിവറ മോനെ എന്ന് നാട്ടുകാരെ കൊണ്ടുപോകും പറയിക്കില്ലേ അച്ഛ? നീയാണോ പ്രേമിക്കുന്ന? പരകൃഷ്ണ പാറാകൃഷ്ണ. അച്ഛൻ അവർക്ക് കൊല്ലത്ത് കുറെ അണ്ടി ഓഫീസൊക്കെ ഉണ്ട്, എന്നെ അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞു. അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും. അതിലൊരു അണ്ടി ഓഫീസ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞു. 1 കിലോ അണ്ടിപ്പരിപ്പരാന്നല്ലായിരിക്കും. അച്ഛ അവർക്ക് മൂന്നാറിൽ കുറെ തേയിലത്തോട്ടോ റിസോർട്ടോ ഒക്കെ ഉണ്ട്. ഉയരം കൂടുന്തോറും വീഴാനുള്ള സാധ്യത കൂടും. അല്ല, ജീവിതത്തിന്റെ സ്വാദ് കൂടും. ഇതെല്ലാം നിനക്കുള്ള തന്നെ. ഒറ്റ മോളല്ലേ, ഒക്കെ നമുക്ക് തന്നെ. ഐ ആം ഓക്കെ. എനിക്കുണ്ട് ബന്ധം. എന്തോന്ന് മലബന്ധം? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവരാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തെങ്കിലും ഇട്ടട്ടെ വിളിക്കൂ. ദേ നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം നോക്കി. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞു. സമാധാനമായി, അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കട്ടെ. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ ഇലക്ട്രിക് ഒക്കെ ഉണ്ടോ? ഏലക്കല്ല, ഇലക്ട്രിക്. അതിന് ആരും ഇലക്ട്രിക് എടുത്ത് ഇലക്കേട്ട അലിവ്. നോക്കി ഞാനും ഒന്ന് നോക്കി. ഞങ്ങളിരുന്ന് കണ്ട് കൊച്ചി TV കണ്ട് ഡോറാബുച്ചി കണ്ട് ജാക്കി ചാനെ കണ്ട് ഭീമനെ കണ്ട് ബേക്കൽ കോട്ടയിലെ ശക്തി എന്റെ ഉള്ളിലേക്ക് കയറി വാ. ഐ തിങ്ക് അമ്മ കിഡ്സ് സെക്ഷൻ പറ്റത്തില്ല. അമ്മാവാ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കാമുക്ക് മിൻമിനി എന്നെ ചിമ്മിനിയാക്കിയിട്ട് ഒരു മന്മഥനോടൊപ്പം പോയി. കഷ്ടമായി പോയി. 22-ാം തീയതി രാത്രിയിലാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ആ 22-ാം തീയതി രാത്രിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്ത ദിവസം 23. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്തിനു പറ്റും? അതിനൊക്കെ നമ്മളെ ചെറുപ്പക്കാലം ഒരു ബെഞ്ച് 4 കാക്കാലും ഉണ്ടാവും. എന്തെങ്കിലും ചെയ്യുമ്പോ കുറ്റം പറയാനേ. ഞാനൊക്കെ മുടി വളർത്തിന് വലിയ നാട്ടുകാരുടെ കഞ്ചാവെന്നാ പറഞ്ഞു. ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പൊ എന്റെ പേരക്കുട്ടിയാ പറയുന്നത് വല്യപ്പ കഞ്ചാവാ. ഇതിന്റെ പേരെന്തെന്ന് അറിയാമോ? കേറ്റാൻ ചായ. കേറ്റാൻ ചായയോ? അപ്പൊ ഇറക്കാൻ എന്തുവാ മോനെ? പഴോ?
രാവിലെ കണ്ടപ്പോ നിനക്ക് ഗർഭമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ വീടെത്തിയപ്പോഴാ. വീടെത്തിയപ്പോ എന്തോന്നു? ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വീട്ടിൽ വരുമ്പോ സാധാരണ വിശപ്പാ ഉണ്ടാവാറ്. നിനക്ക് ഗർഭമോ? അതല്ല, ഡ്രസ് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോഴാ വയറ് കണ്ടത്. എടി, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോ വയറ് മാത്രമല്ല കൈയും കാലും ഒക്കെ കാണത്തില്ലേ? എടാ അതല്ല, വയറ് വിയർത്തിരിക്കുന്നത്. എടി, പുറത്ത് നല്ല ചൂടല്ലേ, അപ്പൊ വയറ് മാത്രമല്ല ശരീരം മുഴുവൻ വിയർക്കും. എടാ പൊട്ട, വയറ് വിയർത്തിരിക്കുന്നത്. അതൊരു പക്ഷെ ഗ്യാസിന്റെ ആണെങ്കിലോ? സമൂസ ഒന്ന് സമൂസ എടുത്തിട്ട് വരാം. സമൂസ മൂസ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു. ഇവന്റെ പെണ്ണുമ്പിള ഡയറ്റ് എടുക്കാൻ പറഞ്ഞാൽ പെണ്ണുമ്പിള ഇല്ലാത്ത നീ എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? അവന്റെ പെണ്ണുമ്പിള എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുമ്പിള അല്ല. അല്ലേ? ചേട്ടാ 2 സമൂസ. മാക്സി പോലും ഇല്ല ഇത്ര ഷേപ്പുള്ള ബാങ്കിൾ. എന്നെ പൊരിക്കാത്ത കടി വല്ലതും ഉണ്ടാവണം. ചെല്ല് അങ്ങനെ കാണിച്ചു തരും. നീ പറഞ്ഞു വരുന്നത് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം പൊട്ട. അതിനെന്തൊരു സംശയം? കൊതുകിനെ കൊല്ലാൻ ബാറ്റ് വാങ്ങിച്ചോണ്ട് ആ ബാറ്റ് വെച്ച് ഞാൻ കൊതുകിനെ അടിച്ചപ്പോ കൊതുക് കമ്പിയുടെ കൂടെ വന്നിട്ട് എന്നെ കോക്രൂട്ടി കാണിച്ചിട്ടാണ് പോയത്. ഇതല്ലേ കുഴപ്പമുള്ളൂ. ആ ഫ്രിഡ്ജ് എങ്ങനെ ഉണ്ട്? ഫ്രിഡ്ജ് എന്തിനാണ്? തണുക്കാൻ. പക്ഷെ അതിന് ചൂടാണ് വരണത്. ഒരു കാര്യം അറിയാമോ? മണ്ടാണെന്ന് പറഞ്ഞ വിശ്വസിക്കും. കർഷകേ പിന്നെ കൂട്ടിയിലിപ്പോ കാറിന്റെ എഞ്ചിനാണെന്നൊക്കെ പറയുന്നു. നോക്കി തന്നെ എടുത്താ. അതെ, പുതിയ വണ്ടി, പിന്നെ കാറിന്റെ എഞ്ചിനല്ല. ചേട്ടാ, ഷാൻ ചേട്ടൻ കഥ കളിച്ചിരിക്കുവോ? ചേട്ടാ, ഷാൻ ചേട്ടൻ ചേച്ചിയായിട്ട് വഴക്കാൻ തോന്നുന്നു. കുറെ നേരമായി കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കഥയൊക്കെ തല്ലിപ്പൊളിക്കുവായിരുന്നു. നീ കത്ത് തന്നിട്ട് പോയിപ്പോ. അതെ ഷാനു, എടാ ഇപ്പൊ ചെന്ന അഖിലാനി നല്ല ചൂട് മന്തി കിട്ടും. എന്റെ 350 രൂപയുണ്ട്. നീ 1 രൂപ പോലും ഇടണ്ട. ചെസ്റ്റ് പീസ് നീ എടുത്തോ. പോവാ. അമ്മോ, എന്താ മോനെ? അയ്യോ, ചിരിച്ച് ഇങ്ങനെയൊന്നും നോക്കി ചിരിക്കാനൊക്കത്തില്ല. ഇപ്പൊ വരും. കടം തരുമോ, കടം തരുമോ? നീ സെന്റി അടിക്കാതെ ഞാൻ ക്രിസ്പല്ലോ പൊട്ടിക്കാം. എന്റെ ജീവിതം ഞാൻ മാറ്റി മറിക്കാൻ പോവാ. തന്നെ കാപ്പിയാണോ? വെല്ലോട് കുടിച്ച കാപ്പിയുടെ ബാക്കിയാണ്. ഞാൻ സാറില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആള് തുമ്മിയപ്പോ അതിന്റെ ഇച്ചിരി വീണ പോലെ തോന്നിയായിരുന്നു. അല്ല, അത് പിന്നെ ക്രിസ്പല്ല വെഡിങ് 4 ആഴ്ച ഇറങ്ങിയതാണല്ലോ. അപ്പൊ ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല ടു ഗെറ്റ് മൈ ഷെയർ. തന്റെ നിന്റെ രണ്ടിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. നീ എന്നെ കാണാത്ത എന്റെ കുഴപ്പമോ? ഇവിടുത്തെ തറവാടുകളൊക്കെ ഉള്ള ആരെയാ തറവാട്ടി ഉള്ളത്? വഴിയോരം. ക്യാൻസർ വരും. നീ എന്താ എഴുതണ? ലവ് ലെറ്റർ? അയ്യേ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ എഴുതണ? എടാ, ഇപ്പൊ പ്രേമിച്ചാ പിന്നെ പ്രേമിക്കണ്ടല്ലോ. എടാ, നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ, ഹാർട്ട് ഇത്രേ ഉള്ളൂ, ചെറുതാണ്, പെട്ടെന്ന് കേറാൻ പറ്റും. എന്നാ ഒന്ന് കാണിച്ചേ. ഇതെന്റെ ലവറിന് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കത്തോ. വലിയ പുള്ളി. നീ കണ്ടോ, ഈ കത്ത് വായിച്ച അവൾ എന്നെ പ്രേമിക്കും. എന്നിട്ട് ഒരുപാട് ആൾക്കാരും വെളുത്തുടുപ്പിട്ട മാലകന്മാരും പാട്ടും ബഹളും ഒക്കെ ആയിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കും. അതിന് ഏതവള്? അത് കണ്ടുപിടിക്കണം. നമസ്കാരം സാർ, ഐഡിയുടെ ഓഫീസിൽ നിന്ന് സോഫിയാണ് വിളിക്കുന്നത്. അല്പനേരം സംസാരിച്ചോട്ടെ? അങ്ങള് തൂറാൻ പോയേക്കുവാ.
ആക്കടാ. ഒരു പൊട്ടം ഫോൺ എടുത്തിട്ട് എന്താ കാണിക്കുന്നത്? കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാനിപ്പം ഹിന്ദിയിൽ എവിടെയാണെന്നാണ്. അവിടെ ഉള്ളവർക്ക് അറിയില്ല ഞാൻ എവിടെയാ. അപ്പൊ ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഐഡന്റിറ്റി ക്രൈസിസ്. ആരെന്നോട് ചോദിച്ചാലല്ലേ ഞാനാണ് ഏറ്റവും കൂടുതൽ നീ ബോംബെ എത്ര പണം പോയെന്നറിയാം. എന്നോട് ചോദിക്കുന്ന തേടി നടക്കുകയായിരുന്നു. പടം എന്നെ കണ്ടിട്ട് ചില അയ്യോ ബ്രോനെ ആ ക്യാരക്ടർ ആലോചിച്ചു. പക്ഷെ ബ്രോ ഞാൻ കോഴിക്കോട് കൊച്ചിനെ കൊണ്ട് പേടിക്കണ്ട. ആ പടങ്ങളൊക്കെ സേഫായി ഞാൻ ചെയ്തിട്ടുണ്ട്. എടി വിജയെ, ഞാൻ പണ്ടേ ഒളിച്ചെളിക്കുമ്പോഴേ ടാങ്കിൽ കേറി ഒളിച്ചിട്ടാ. ടാങ്കില്ലേ ചെറുത്, അതിൽ കേറി ഒളിച്ച്. അങ്ങനെ സേറ്റ് അടിക്കാൻ നോക്കിയിട്ട് നീറ്റ് നോക്കുമ്പോഴോ ഇവിടെ അല്ല തമിഴ്നാടാ കാണുന്നത്. തമിഴ്നാട്ടിലോ? അത് ഒരു ലോറിക്കാരി ലോറിയിൽ ഈ ടാങ്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കരഞ്ഞ് ബഹളമൊക്കെ ആയപ്പോ നാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വന്ന് കൊടുന്നും കണ്ട്. എന്നിട്ട് എന്ത്, ഞാൻ പിറ്റേ ദിവസം പോയി സേറ്റ് അടിച്ച്. ഞാൻ ഭയങ്കര വേർത്തന്. എനിക്ക് നീരജനയിലും സ്റ്റൈലുള്ള ആളാണ് ഞാൻ. അത് പിന്നെ ദൈവം അറിഞ്ഞാണ് ഈ മുടി തന്നിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്റെ ഗേൾസ് പോയി കുറച്ച്. ഈ ഇതിന്റെ സംവിധായകൻ വെട്ടിക്കളഞ്ഞു. You mean that വിഷ്ണു എന്റെ കൂടെ പാട്ട് പഠിച്ച മമ്മിയുടെ മോൻ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ നിങ്ങൾ? വിഷ്ണുവിന്റെ അമ്മയും വേണ്ടി ഒരുമിച്ചാ പഠിച്ചേ. ആണോ? പക്ഷെ അത് ടോബി അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. വിഷ്ണുവിന്റെ അമ്മ, വിഷ്ണു ഞാൻ ഒരേ ഏജാണ്. അതല്ല, വിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? അതെ, പാട്ട്. അതിനുശേഷം തോറ്റ് വിഷ്ണുവിന്റെ കൂടെയും പഠിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. കുളിച്ചോന്ന് ചോദിക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുട്ടി കുളിക്കാറില്ലേ? കുളിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇടുന്നേന്ന് ചോദിക്കുന്ന ഇച്ചിരി കുഴപ്പമാ. ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഇത്തിരി ഫാഷൻ സെൻസ് ഉള്ള ആ കുട്ടിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. എല്ലടാ പോട്ടി. രാത്രി വന്നാ ഡോറ് തുറന്ന് തരുമോന്ന് അച്ഛനെ കാണാൻ. അയ്യോ ചീറ്റല്ലേ, അവിടെ നിന്ന് പറഞ്ഞോ ചതിയാണ്. എന്തേലും ഒന്ന് പറയടാ. ഇന്നൊരു സത്യം പറയട്ടെ. കണ്ട അപ്പൊ എത്ര നേരം പറഞ്ഞ കള്ളമാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് ഇവ അങ്ങനെയൊക്കെ ചോദിച്ചത്. എനിക്ക് രമ്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് രാത്രി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഡോർ തുറന്നിട്ടോന്നൊക്കെ ചോദിച്ചത്. ഇല്ലടാ മോൻ്റെ പോലെ അത്ര ചെറിയ കാര്യത്തിന് നീ അവനെ സംശയിച്ചല്ല. വേണ്ട, അനിയങ്ങ് വന്നാണ്. നിനക്ക് ഇതിന്റെ ദിവസക്കൂലിയോ മാസക്കൂലിയോ? അല്ല, ഇതിന്റെ വകുപ്പ് എങ്ങനെ? ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടുമോ? ഞാൻ ശരിക്കും ഇറങ്ങിയുള്ള വിടത്തില്ല. 4 സംശയിച്ചു.